വെൽക്കം ബാക്ക്. എന്താ പേരെന്താ? മഹിമ മരിയ. മഹിമ മരിയ. എവിടെ നിന്ന് വരുന്നത്? എറണാകുളത്ത് നിന്ന്. എറണാകുളത്ത് വരുന്നത്. ഓക്കെ. ഈ അമ്പലത്തിൽ ഈ ദേവിയുടെ ഈ ചമയവിളക്ക് എന്താണ് ഐതിഹ്യപരമായിട്ട് എന്താണ്? ദേവി ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് കൊറ്റക്കുളങ്ങര എന്നുള്ള പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ സ്ത്രീകൾ ആരുമില്ല അമ്മേനെ വരവേൽക്കാനായിട്ട്. അപ്പം അവിടെ കളിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാര് സ്ത്രീവേഷത്തിൽ വിളക്കെടുത്തു എന്നുള്ള ഐതിഹ്യം കൊണ്ടാണ് വർഷാവർഷം ചമയവിളക്ക് നടക്കുന്നത് ഇവിടെ. എല്ലാ പുരുഷന്മാരും അവരുടെ മക്കളെയും ഭാര്യനെയും ഒക്കെ കൊണ്ട് വിളക്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും വന്ന് ഇവിടെ വിളക്കെടുക്കാറുണ്ട്. പൊതുവേ നമ്മളെ ഈ ഒരു സോഷ്യൽ സമൂഹത്തിൽ ഈ ട്രാൻസ്ജെൻഡർ മാത്രമാണ് വിളക്കെടുക്കുന്നവർ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഞാനും അങ്ങനെയാണ് നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് മാത്രമല്ല ഇവിടെ അങ്ങനത്തെ ഒരു ഐതിഹ്യം കൂടെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. അതെ അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പുരുഷന്മാർക്കാണ് വിളക്കെടുക്കുന്നത്. പുരുഷന്മാര് ഒരുങ്ങി ചമയ ദിനത്തില് വിളക്കെടുക്കുന്നു എന്നാണ് ഇത്. ഞങ്ങളും അതിന്റെ ഒരു ഭാഗമാകാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്. എത്ര വർഷം കൊണ്ട് വിളക്ക്? അത് കണക്ക് പറയാനാണെ പറ്റില്ല. നിറയെ പ്രാവശ്യം വന്നിട്ടുണ്ട്, നിറയെ പ്രാവശ്യം വന്ന് വിളക്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാന് വിളക്കെടുക്കാറില്ല. കാരണം വെച്ചാ വിളക്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതൊക്കെ വന്നതുകൊണ്ട്, ദേവപ്രശ്നത്തിലെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വിളക്കെടുത്തില്ല. എന്നാൽ പോലും ഈ അമ്മയുടെ ഒരു നടയിൽ നമുക്ക് എല്ലാ വർഷവും വരേണ്ട ഒരു എങ്ങനെയല്ല അമ്മ എത്തിക്കും. കാരണം വെച്ചാൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി പല ആൾക്കാരും കൊതിച്ചിരിക്കുകയാണ്. ഇന്ന് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും മറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരായാലും ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാതോർത്തും നോക്കിയിരിക്കുന്ന ഇതാണ്. കാരണം ഒരു അനൗൺസ്മെന്റ് കിട്ടും. കൊറ്റക്കുളങ്ങര ചമയ വിളക്കെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇത് വരുമ്പോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ വരുമ്പോ നോക്കിയിരിക്കാൻ ആ ദിവസം വരേണ്ടത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ മാത്രമല്ല വരുന്നത്. അതെ, ഞാൻ വന്നപ്പോ തന്നെ നമ്മളെ ഡൽഹി, ബാംഗ്ലൂര്, ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്ന് വിദേശി വന്നിട്ടുണ്ട്. അത് തന്നെ കണ്ടപ്പോ നമുക്ക് അത്രയും അമ്മയുടെ ആ ഒരു അനുഗ്രഹം മൊത്തമായിട്ട് ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളതല്ലേ അതിന് ആധാരം. അതാണ് അമ്മയുടെ വലിയ അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വർഷവും വരാൻ പറ്റും. ഇപ്പം ഈ ലൈഫിൽ നമ്മൾ എത്ര ബിസി ആണെങ്കിലും ഈ ഒരു സമയത്ത് അതെല്ലാം മാറ്റി വെച്ച് എല്ലാവരും പൈസയൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ കുടുക്കയൊക്കെ വാങ്ങിച്ച് അതിനകത്ത് 100 50 ഒക്കെ ഇട്ടിട്ട് വെച്ച് അമ്മയ്ക്ക് ആ ദിവസത്തിൽ വരാൻ പറ്റും. കാരണം റൂം ചെലവ്, നമ്മളുടെ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് ഇട്ട് വരുന്നത് എല്ലാവരും ആരുമില്ല. ഇപ്പൊ കൊച്ചു കുട്ടികളാണെങ്കിലും ഇപ്പൊ മുതിർന്നവരായാലും ഇത്തിരി വയസ്സ് ചെയ്യുന്ന ആൾക്കാരും വിളക്കെടുക്കുന്നുണ്ട്. അത് ആണുങ്ങളും എടുക്കുന്നുണ്ട്, ട്രാൻസ് എടുക്കുന്നുണ്ട്. എല്ലാവരും പുതു ഡ്രസ്സും ആഭരണങ്ങള് എല്ലാവരും ഒരാളെക്കാളും ഒരാൾ മെച്ചമായിരിക്കണം. അതിനു മേലെ ഒരാൾ കൂടെ വെച്ചായിരിക്കണം. അങ്ങനെയാണ് മേക്കപ്പ്. പറഞ്ഞ ഒരു മത്സരം പോലെ തന്നെയാണ് കാര്യം. ആരാണ് മികച്ചതാണ് ഇവിടെ ശരിക്കും. അത് മാത്രമല്ല നിങ്ങളെ കൂടുതൽ ഒത്തിരി ആൾക്കാർ നമുക്ക് കാണാനുള്ളൊരു വ്യാധി കൂടി ഇതാവും. തീർച്ചയായിട്ടും ചില ആൾക്കാരെ നോക്കിയിരിക്കും. ചില ആൾക്കാരെ നോട്ടം ഇട്ട് വെച്ചിട്ട് നോക്കി വെച്ചിട്ട് നെക്സ്റ്റ് ടൈം അവരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് ആ 2 കൊല്ലത്തെ ഫോട്ടോ ഒന്നിച്ചിടുന്നത്, അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ നിറയെ ഇറങ്ങാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. ഈ ലോകം മുഴുവൻ ഏറ്റെടുക്കുന്നുണ്ട് ഒരു അമ്മേനെ. ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്തെ ഒരു അമ്മേനെ കൊറ്റക്കുളങ്ങര. ഇങ്ങനത്തെ ഒരു ഉത്സവം നമ്മൾ ഇന്ത്യയിലല്ല വേറെ ഒരിടത്തും ഇങ്ങനത്തെ ഇത് കാണൂല. ഇങ്ങനത്തെ ഒരു ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ എനിക്ക് ആദ്യത്തെ അറിവാണ്. ഇതല്ല അത് താലി ഇറക്കും, കൂവാകം. അത് ട്രാൻസ് മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി. അത് വിളിപ്പുറം കൂവാകം. അവിടെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ താലി ഇറക്കുക വേറെ ചടങ്ങുകളാണ്. കൂത്താണ്ടൂർ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മള് പുരുഷനായി കണ്ട് താലി ഇറക്കുന്ന ഒരു ഫെസ്റ്റിവൽ വലിയൊരു ഇതാണ്. അത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റെടുത്താണ് നടത്തുന്നത്. അന്നദാനമൊക്കെ വലിയ കോടാനുകോടി പേർക്ക് അന്നദാനങ്ങളും കൊടുത്ത് ഭയങ്കര വിപുലമായിട്ട് നടത്തുന്നതാണ്. എഴുന്നള്ളിത്തൊക്കെ ഭയങ്കര ആഘോഷമാണ് എല്ലാവരും. അത് അവിടെ കുറച്ചുകൂടെ ഇതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ഷോസ്, ഓരോ മത്സരങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പുരുഷന്മാർക്ക് കടന്നു വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാര് ചില ട്രാൻസിന് താലി കെട്ടി താലി ഇറക്കാറുണ്ട് അവിടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓരോ ദോഷങ്ങളുണ്ടാവും. ഒരു ജാതകത്തിൽ ദോഷം ഉണ്ടാവുമ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂത്താണ്ടൂർ തിരുവള്ളയിൽ നടക്കുന്നുണ്ട്. ഉത്സവത്തിൽ നടക്കുന്നുണ്ട്. തിരുവിഴ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും, തമിഴ് ഭാഗത്തായിരിക്കും. അല്ലെ എന്തുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പുതിയൊരു അറിവ് പറഞ്ഞു തന്നേല്. പക്ഷെ ഒത്തിരി പേർക്ക് അത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഇത്രയുള്ള വലിയൊരു ആഘോഷം ആയിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മീഡിയയിൽ ഇതിലും ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നു മീഡിയയിൽ അപ്പുറത്തെ ജനങ്ങളാണ്.
ജനങ്ങളാണ് വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം എല്ലാവരും തമിഴ്നാട്ടിലുള്ള ആയാലും ഇവിടെ കേരളത്തിൽ നിന്ന് പോവാറുണ്ട്. ഞാനൊരു 3 പ്രാവശ്യം പോയായിരുന്നു. 3 പ്രാവശ്യം അവിടെ താലി അറുത്തായിരുന്നു കൂത്താണ്ടൂർ തിരുവിളയില്. അങ്ങനെ അപ്പൊ ഇനി ബാക്കിയൊന്ന് ഫ്രണ്ട്സിനോട് വിളിച്ചൊന്ന് നിങ്ങൾ ഒന്നോ ഇനി നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും ബ്രോ എന്താ അപ്പം ഇത്ര സമയം നമ്മൾ ഈ അമ്പലത്തെ പറ്റിയുള്ള ഹിസ്റ്ററിയും ബാക്കിയുള്ള ഐതിഹ്യം എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവരെ പറ്റി കൂടുതൽ ചോദിക്കാം. ഒന്ന് ബാക്കിയുള്ളവരെ പരിചയപ്പെടും. ഇത് പൂജ, ഇത് അരുണിമ, ഇത് സാനിയ. ഓക്കെ, 3 പേരും മക്കളാണ്. എങ്ങനെയാണ് ഇവരെല്ലാം എന്നെ അമ്മ എന്ന് വിളിക്കുന്നു, ഞാനൊരു അമ്മയുടെ സ്നേഹം കൊടുക്കുന്നു. അപ്പൊ ഇതിലുള്ള ആരടുത്താണ് കൂടുതലായിട്ടുള്ള എല്ലാവരോടും ഒരു സ്നേഹം. അല്ല, എനിക്ക് ഒരേപോലെയുള്ളു, എല്ലാവരോടും ഒരേപോലെയുള്ളൂ. ആണോ? അതെ അപ്പൊ അതിലൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ. അപ്പൊ അടുത്ത വർഷം ഇത്രയും നല്ല ദേവിയുടെ അപ്പൊ അടുത്ത തവണ ഇതിനെക്കാളും വളരെ മനോഹരമായിട്ട് ഉത്സവം കൊണ്ടാടാൻ പറ്റുന്ന ആവശ്യം. ഓക്കെ, അടുത്ത വർഷം പുതിയ നല്ല സാരി കിട്ടിയാൽ മതി, ആരും എടുക്കാത്തത്. പുതിയ ഒത്തിരി സാരി ഉണ്ടാവട്ടെ. അതെ ശരി. 5000 ഒക്കെ ആകും സാരി.